മച്ചന്മാരെ നമ്മൾ കഴിച്ചുകൊണ്ടിട്ട് തകർപ്പം വേട്ടയാണ് പുഴയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബെയ്റ്റ് ഇട്ടപ്പോൾ തന്നെ മീൻ കൊത്തുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പട സൈസ് മീനിൻ്റെ സ്ട്രൈക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നമ്മുടെ ചൂണ്ടയിൽ പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ കെയർഫുള്ളായിട്ട് ഫ്ലോട്ട് നിരീക്ഷിച്ചാണ് നിൽക്കുന്നത്. ഫ്ലോട്ടിൻ്റെ ഓരോ ചലനം ശരിക്കും നിരീക്ഷിച്ച് നിൽക്കണം. അവൻ എപ്പോഴാണ് നമ്മളെ ഫ്ലോട്ട് അടിച്ച് താത്തി ഓടുക എന്ന് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ ഓടുന്ന സമയത്ത് ഒരു പട ഹുക്കപ്പം കൊടുത്ത് അവനെ ചൂണ്ടയിൽ ലോക്കാക്കിക്കൊള്ളണം. ഇതാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുത്ത് നല്ലൊരു കുത്തി വലിച്ചുകൊണ്ട് ഓടാനുള്ള വെയിറ്റിങ്ങിലാണ്. 8 അടിയുടെ പോൾ റോഡാണ് നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫ്ലോട്ടിലൊന്ന് മീൻ കുത്തിയിട്ട് പോയി. അതിനർത്ഥം അതിൻ്റെ അടിയിൽ മുട്ട മീനുണ്ടെന്നാണ്. ഹെവി മീനാണ്. കരിമീനെ കുറവാകാനാണ് ചാൻസ്. അപ്പോൾ നമ്മുടെ ബെയ്റ്റിലും അടി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബെയ്റ്റ് ഒന്ന് പൊക്കി നോക്കണം, ബെയ്റ്റ് ഉണ്ടോയെന്ന്. ബെയ്റ്റ് പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ തന്നെ നല്ലൊരു മീനെ ഇവിടുന്ന് അടിച്ചു വെച്ചു. മിസ് ഹുക്കപ്പിൻ്റെ ടൈം ഇച്ചിരി പാളിപ്പോയി. എന്തായാലും മീൻ അടിക്കും നമുക്ക് ഇവിടുന്ന്. നമുക്ക് നല്ലൊരു സ്ട്രൈക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. അടിക്കുന്ന നല്ല ഹെവി സൈസ് മീനുകളായിരിക്കും ഇവിടുന്ന്. കയറ്റാനായിട്ട് ശരിക്കും ടാസ്ക്കാണ്. കാരണം ചപ്പൊക്കെ സൈഡിൽ വീണ് കിടക്കുന്നുണ്ട്. അതിലൊക്കെ ഉടക്കി പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബെയ്റ്റ് പോയി മച്ചന്മാരെ. നമ്മൾ സമയം ഒട്ടും പാഴാക്കുന്നില്ല. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. മീനുകൾ അവിടെ മാറാതെ നിൽക്കുകയായിരിക്കും. നമ്മളപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ബെയ്റ്റ് കോർത്ത് അവിടെ ഇടാനായിട്ട് പോവുകയാണ്. നമ്മൾ ചെറിയ ഹുക്കാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള മീനെ നമുക്ക് ഇതുപോലുള്ള ചെറിയ ഹുക്കിൽ പിടിക്കാനായിട്ട് പറ്റും. ബെയ്റ്റായിട്ട് മൈദാത്തിരി, വാലയുടെ എസൻസ്, അതുപോലെ തന്നെ തേങ്ങാപ്പിണ്ണാക്ക്, ഏലക്ക പൊടിച്ചത്, പഞ്ചസാര പൊടിച്ചതൊക്കെ ചേർത്ത കരിമീന് വേണ്ടി നല്ല തീപ്പൊരു ബെയ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബെയ്റ്റിൽ തന്നെ നമുക്ക് കുറുവയും കിട്ടും, അതുപോലെ തന്നെ സിലോപ്പിയൊക്കെ അടിക്കും. പക്ഷേ ഇത് കൂടുതൽ നമുക്ക് കരിമീൻ പിടിക്കാൻ വേണ്ടിയാണ് ഈ ബെയ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. 3/4 കിലോയുടെ കരിമീൻ വരെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഈ ബെയ്റ്റ് ഉപയോഗിച്ച്. അപ്പോൾ നമ്മൾ മീൻ അടുത്ത ബെയ്റ്റ് ഇറക്കിയിട്ട് മീൻ കൊത്താനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മുടെ ഫ്ലോട്ട് ഏത് നിമിഷം വേണമെങ്കിലും അവൻ അടിച്ച് താത്തിക്കൊണ്ട് ഓടാം. ആ ഒരു സെക്കൻഡിന് വേണ്ടി കാത്തിരിക്കണം. എപ്പോഴേക്കും നിമിഷം വരികയെന്ന് നമുക്ക് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മഴയും പെയ്യുന്നുണ്ട്. മഴ കൂടിയും കുറഞ്ഞിരിക്കും. അത് ഈ മഴക്കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മഴക്കാലത്ത് നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മഴ വരുമ്പോൾ കയറി നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കയറി നിൽക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പോയിരിക്കുന്ന മച്ചന്മാരെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത ബെയ്റ്റ് അവിടെ ഇറക്കുകയാണ്. സമയം നമ്മൾ ഒട്ടും പാഴാക്കുന്നില്ല. പിന്നെ ഈ മഴക്കാലത്ത് ചൂണ്ടിടുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. വെയിലിൻ്റെ ഒരു ശല്യം ഉണ്ടാവില്ല നമുക്ക് വേനൽക്കാലം പോലെ.